സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ നിയാക്കുട്ടിയാണ്. അതായത് സാൻഡ് ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിയാക്കുട്ടി ഇത് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലേ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളെ പറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നെത്താൻ കണ്ടുപിടിച്ചതാണ് ഈ സാൻഡ് ആർട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയേക്കാം. നിയാക്കുട്ടി ചെയ്തത് ഒരു കേക്കിൻ്റെ ബേസ് ഇല്ലേ, ആ ബേസിലായിട്ട് റൗണ്ടിലുള്ള ബേസ്, ആ ബേസിലാണ് അവൾ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ എന്തിൽ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴേക്കും ഇല്ലേ കിട്ടിയതാണ് പണ്ടത്തെ ചപ്പാത്തിക്കല്ലാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പൈപ്പിൻ്റെ ചവിട്ടി കിടപ്പുണ്ട്. അപ്പോൾ ഏതായാലും അത് നമുക്ക് എടുക്കാം. അപ്പം നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ നിയാക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അവൾ എന്നെ പഠിപ്പിച്ച് തന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. പായലേ വിട പൂപ്പലേ വിട, പായലിനോടൊക്കെ വിട പറ. ഇപ്പം നമ്മൾ പായലിനെയും പൂപ്പലിനെയൊക്കെ പമ്പ കടത്തിയതെല്ലാം സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുമേലേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഇനി എടുക്കേണ്ടത് മണലാണ് കേട്ടോ, നമ്മുടെ സാധാരണ മണലില്ലേ. അപ്പോൾ ഇവിടുത്തെ മണലെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാര തരി പോലത്തെ ഒരു മണലില്ലേ, അതിപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തേക്കാവേ. ഹായ്, സൂപ്പറാണല്ല, നല്ല അടിപൊളി അരിപ്പാണ് കേട്ടോ. കറക്റ്റ് ആ നല്ല മണൽ കിട്ടുന്നുണ്ട് നമുക്ക്. കണ്ടോ, നല്ല നൈസ്. കണ്ടാ, നിയാക്കുട്ടിക്ക് ഈ ബുദ്ധി പോയില്ലായിരുന്നേ. നിയാക്കുട്ടി കഴുകിയാണ് എടുത്തത് കേട്ടോ മണ്ണ്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുക്കണത് അല്ലേ നിയാക്കുട്ടി? മണൽ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മണൽ ഒരു തരി പോലത്തെ മണലാണ് കേട്ടോ, അതായത് റവ പോലെയൊക്കെ ഇരിക്കും കേട്ടോ. നിയാക്കുട്ടി റവയെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ ഏതായാലും ശരിക്കും കടൽ തീരത്തൊക്കെയുള്ള ഒരു തരി പോലത്തെ മണ്ണില്ലേ, ആ മണ്ണാണ്. അത് തന്നെ ഡാർക്ക് കളറിലാണ് നമ്മുടെ മണൽ. ചില സ്ഥലങ്ങളിൽ പൂഴി മണലാണുള്ളതെങ്കിൽ അതിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ക്ലേയുടെയൊക്കെ ലുക്കിൽ വരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ സാധനം, അതായത് ഫെവിക്കോൾ ഒഴിക്കേണ്ട, അതിന് പകരം സിമെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുവേ. ഇപ്പം നമുക്ക് ഏതായാലും ഫെവിക്കോളും ജസ്റ്റ് വെള്ളവും കൂടി കുടഞ്ഞിടുവാണ് കേട്ടോ. സെറ്റ് ഞാൻ ചെയ്ത പോലല്ലോ ഈ ഫെവിക്കോൾ കൂടി നല്ലപോലെ ഒഴിച്ചിങ്ങനെ ഫെവിക്കോൾ പരുവത്തി കിട്ടിയത്. അതായത് ഇല്ലേ, നിയാക്കുട്ടി ചെയ്തപ്പോഴേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തട്ടെ ഈ മണ്ണ്. അപ്പം നന്നായിട്ട് ഈർപ്പുണ്ടായിരുന്നല്ലേ. അതിനുശേഷമാണ് അവൾ ഫെവിക്കോൾ ഇട്ടതേ. അപ്പോൾ ഇപ്പം നമ്മൾ ഏതായാലും ഈ മണ്ണിലുള്ള ഒരു ചെറിയൊരു പശപ്പും കൂടി ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ്, കഴുകുന്നില്ല, ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടെന്നേ ഉള്ളേ. ഇനി നമുക്ക് ഫെവിക്കോളും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലതാണ്, നല്ല ക്ലേ പോലെ കിട്ടി ആണല്ലേ. പോയിക്കട്ടെ. മണ്ണിൽ കളിക്കാൻ നിയാക്കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഒരു രക്ഷയുമില്ല അല്ലേ നിയാക്കുട്ടി? കൊതു വൈകുന്നേരം ആകുമ്പോൾ മണ്ണി കളിക്കാൻ ഇഷ്ടമല്ല. കൊതുകൊക്കെ കൊണ്ട് വല്ലാതെ അസ്വസ്ഥതയായിരിക്കും വീട്ടിനകത്തേക്ക് വരുമ്പോൾ. അന്ന് വൈകുന്നേരമായിരുന്നു അല്ലേ ചെയ്തത്? ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം പോലെ കണ്ടുപിടിച്ച കണ്ടോ, ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം പോലെ. കറക്റ്റ് ക്ലേ പോലെ ആയിട്ടില്ലേ നമ്മുടെ സംഭവം? കറക്റ്റ് ക്ലേ പോലെ ആയിട്ടുണ്ട്. ഒരു നല്ല പശപ്പുള്ള ഒരു മണ്ണായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതായാലും വർക്ക് ചെയ്യാം. നിയാക്കുട്ടി ചെയ്തപ്പോൾ ഇല്ല, നിയാക്കുട്ടിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. വെള്ളം പോലെ കഴുകിയല്ലേ എടുത്തേക്കണം. അപ്പോൾ അവൾ ആകെപ്പാട് പെട്ടുപോയെന്ന്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ചപ്പാത്തി കല്ലയിലേക്ക് സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ജീവിയുടെ തലയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ ഞാനിപ്പോൾ പറയണില്ല, ചിലപ്പോൾ അഥവാ ചെയ്തു വരുമ്പോഴേക്കും അതായില്ലെങ്കിലോ. അപ്പോൾ നമുക്ക് ഏതാകുന്നു അതാണെന്ന് പറയാം. അല്ല മമ്മി, ഞാൻ മനസ്സിൽ കാണുന്ന പറ്റി മമ്മി മനസ്സിൽ കാണുന്ന പറ്റി എങ്ങനെ ഇടിനി ആ കുട്ടി അവള് പൊളിച്ചല്ല. ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടുവന്ന് വെച്ച കാര്യങ്ങൾ അവള് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മൾ പട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നിയാക്കുട്ടി ഏതായാലും വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ നിയാക്കുട്ടി പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ മനസ്സിൽ കാണുന്ന പട്ടിയും അവള് മനസ്സിൽ കാണുന്ന പട്ടിയും രണ്ടുപേരും കൂടി ചെയ്യുമ്പോഴേക്കും അത് ഏതാകുമെന്ന് അറിയാൻ പാടില്ല അല്ലേ. അപ്പോൾ ഏതായാലും നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊരു ഫോട്ടോ നെറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരുടെയും. നിയാക്കുട്ടി പറയണ എങ്ങനത്തെയാണ്? നിയാക്കുട്ടിയുടെ പ്ലാനിങ് എങ്ങനത്തെ? കാർട്ടൂണിലൊക്കെ കാണുന്ന ഭംഗി ചെവിയൊക്കെ താഴെ. കണ്ട, നിയാക്കുട്ടി എല്ലാ നേരം കാർട്ടൂൺ കാണാന്ന് മനസ്സിലായില്ലേ? നിയാക്കുട്ടി കാർട്ടൂണിൽ കാണുന്ന അതുപോലത്തേക്കാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരെണ്ണം ഫേസ് നമുക്ക് എടുക്കാം കേട്ടോ, നെറ്റിൽ നിന്ന് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു ഫേസ് എടുത്തിട്ടുണ്ട് കേട്ടോ, നെറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാവേ. തുടങ്ങട്ടെ എന്തായാലും. നമുക്ക് ആദ്യം നെറ്റ് വെക്കാവേ. ടൂൾസൊക്കെ വേണം, നമുക്ക് സെറ്റാക്കാം. എൻ്റെ ടൂൾസ് ഉണ്ട്. എവിടെയാ? നമ്മുടെ ഈ കല്ല് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ ഫേസിനുള്ള രീതിയിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ വെച്ചു തുടങ്ങുക. നമുക്ക് ആദ്യം നെറ്റ് വെക്കാം അല്ലേ നിയാക്കുട്ടി? ഇപ്പം നമ്മളിത് ഏകദേശം ഒരു ഫേസ് പോലെയൊക്കെ ആക്കി വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ വേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് വെച്ചും കൊടുക്കണം, പിന്നെ വേണ്ടാത്ത സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാർവ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ ആ വായില്ലേ, ആ ഒരു ഭാഗമാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ.
മൂക്കിൻ്റെ ആ ഒരു കറുത്ത ഭാഗത്തുള്ള ആ ഒരു ഹോളൊക്കെ ഇട്ട് ഏകദേശം മൂക്കിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാക്കി എടുക്കാവേ. വായില്ലേ, വായുടെ ഭാഗത്തുള്ള ജസ്റ്റ് ആ ഒരു കുഴിവ് വരുത്തിക്കൊണ്ട് ഇങ്ങനെ നാക്ക് കാണിച്ചുകൊണ്ടിരിക്കില്ല, അതിങ്ങനെ വരുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സൈഡ് സെറ്റാക്കി വെക്കുവാണ് കേട്ടാ. ഈ പട്ടിക്ക് അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടല്ലോ. അയ്യോ ഇത് വേറെ കൊള്ളാനിയ കുട്ടി. ഇതായിരിക്കും ഏഴ് കൂട്ട. കൊട്ടാരത്തിനകത്ത് ഇവിടെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എയ്ഡൂസ് എന്ത് ചെയ്യണമെന്നറിയാം, ഇവിടെ മണ്ണിലിരുന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കുവാണ് കേട്ടാ, മണ്ണ് കൊണ്ട് കൊട്ടാരയില്ലേ. അപ്പോൾ അതിനകത്ത് പട്ടീനെ വെക്കാന്ന്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ഈ സൈഡിലൊരു ചെറിയൊരു ചെവി പോലെയൊക്കെ സെറ്റാക്കണ്ടേ, അത് നമ്മളൊന്ന് വെച്ച് കൊടുത്തേക്കാവേ. ഇപ്പം ഏകദേശം നമ്മുടെ പട്ടിക്കുട്ടിയുടെ ഷേപ്പൊക്കെ ആയി വരണുണ്ട്. എനിക്ക് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ പട്ടിക്കുട്ടിയായി വരണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്മൂത്ത് ആക്കാനായിട്ട് നമ്മളത് സ്പൂൺ കൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഏകദേശം എല്ലായിടത്തും ഒക്കെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇല്ലേ, നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് മാത്രം കുഴക്കണതാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മളിത് വലിയ പാത്രത്തിലേക്ക് കുറേ മണ്ണെടുത്ത് കുഴച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ മണ്ണ് വെച്ചാണ് ഇപ്പോൾ ഈ ഏകദേശം ഈ ഷേപ്പൊക്കെ ആയി വന്നേക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാർവ് ചെയ്യണം. അതായത് കാർവ് ചെയ്യാനായിട്ട് അതിന് മുമ്പൊന്ന് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം നന്നായിട്ട് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ ഇത് കാർവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതെ ഇതിനിടയ്ക്കില്ല, നമ്മൾ നാക്കൊക്കെ നന്നായിട്ട് ഇതേ ഈ സ്പൂൺ കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്താൽ നാക്കിൻ്റെ ഒരു വരയൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തില്ല, ഇതിനകത്ത് ഫെവിക്കോൾ തീരാറായിട്ടാ. ഇത്രയും വലിയ ടിന്നായിരുന്നു, ഇതിനകത്ത് ഇനി വളരെ കുറച്ചേ ഉള്ളൂ, കംപ്ലീറ്റ് തീരാറായിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും വേണ്ടി വരുമായിരിക്കും, നോക്കാം. നമ്മളിനി കണ്ണൊക്കെ വയ്ക്കാൻ പോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ, അത് നമുക്ക് ലാസ്റ്റ് വയ്ക്കാവേ, അപ്പോഴേ കറക്റ്റായിട്ട് കാണില്ല. പിന്നെ നന്നായിട്ട് കുഴിഞ്ഞിരിക്കുകയും വേണം കേട്ടോ കണ്ണ്. സുന്ദരനായ ഒരു പൂച്ചക്കണ്ണൻ അങ്ങനെയൊക്കെ നമുക്ക്. ഇപ്പം നമ്മുടെ ഡോഗിൻ്റെ ഫേസ് ഉണക്കാൻ വെച്ച് നല്ല സൂപ്പറായിട്ട് നല്ല സെറ്റായിരിക്കുവാണേ. എടുക്കട്ടെ, നോക്കിയേ കറക്റ്റ് ആ ഒരു ഡോഗിൻ്റെ ആയിട്ടില്ലേ ഫേസൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ രോമത്തിൻ്റെ ഒരു ടെക്സ്ചറില്ലേ, അതാണ് നമുക്കിന്ന് വരക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഡോഗിൻ്റെ ഫേസിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് ഒരു വെടിക്കെട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. കണ്ണിന് ശരിക്കും പട്ടിയുടെയൊക്കെ കണ്ണിനുണ്ട്, ഒരു തിളക്കമുള്ള കണ്ണല്ലേ. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഈ കണ്ണ് റെഡിയാക്കി എടുക്കാം. കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അരിയസ് വട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്കൊരു ശരിക്കും നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്ത ഒരു ഐറ്റം അല്ലേ. പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കളിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതിങ്ങനെയൊക്കെ വെച്ച് കളിക്കാറില്ല നമ്മൾ, ഗോലി കളിയൊക്കെ. അപ്പോൾ അതിന് ആ ഒരു അരിയ സെട്ടാണിത്. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളക്കം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നൂലേ. ആ ഒരു തിളക്കം നമ്മുടെ ഈ പട്ടിയുടെ കണ്ണിന് വരുമ്പോൾ ഒരു സെറ്റപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെ, അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ജസ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതമില്ലേ, മണ്ണും ഫെവിക്കോളും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ മിശ്രിതം കൂടി ജസ്റ്റ് വെച്ച് കൺപോള പോലെ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ കറക്റ്റായിട്ട് ഒരു നല്ല തിളക്കമുള്ള കണ്ണ് കിട്ടും. ഇപ്പം നമ്മൾ കണ്ണ് വെച്ച് വന്നപ്പോഴേക്കും ശരിക്കും മനുഷ്യൻ്റെ കണ്ണ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പട്ടിയുടെ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കും, അത് കംപ്ലീറ്റ് കാണാൻ പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ സ്പൂൺ കൊണ്ടൊന്ന് മാറ്റുവാണ് കേട്ടോ. ഇപ്പം ഏകദേശം കണ്ണ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ രോമത്തിൻ്റെ പോലത്തെ ഒരു ടെക്സ്ചറില്ലേ, അത് വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഈ സിമെൻ്റ് അല്ലാത്തത് കൊണ്ട്, അതായത് സിമെൻ്റൊക്കെ ആണെങ്കിൽ ശരിക്കും സെറ്റായി പോകൂലേ. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ അത്രയും ടൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഒടിഞ്ഞ കത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ കൂർത്ത ഭാഗം കൊണ്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലോ കണ്ടിട്ടില്ല, ജസ്റ്റ് ചെറിയൊരു ഇത് ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ആ രോമം വരഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ പേരയുടെ ഒരു കുഞ്ഞി തണ്ട് നമ്മൾ ഒരു കുഞ്ഞി കഷ്ണം വടിയെടുക്കുവാണേ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മരക്കമ്പൊന്ന് ചെത്തി കൂർപ്പിച്ചെടുത്ത് നമുക്ക് പട്ടിക്കുട്ടനുള്ള പല്ല് റെഡിയാക്കാം. ഇപ്പം 2 പല്ലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടിട്ട് ഫെവിക്കോൾ ഇട്ട് വേണം കേട്ടോ അത് കുത്തി വയ്ക്കാനായിട്ട്. ഉണങ്ങിയ മരക്കമ്പായിരുന്നു കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടാത്ത കൊണ്ട് തൽക്കാലം പച്ച മരക്കൊമ്പാണ്. അപ്പോൾ ചിലപ്പോൾ ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമുക്ക് തൽക്കാലത്തെ പരിപാടിയൊക്കെ നടക്കുമല്ലോ. പട്ടിക്കുട്ടൻ്റെ വർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നുന്നുണ്ട് പെയിൻ്റ് അടിക്കേണ്ട, ഇതായിരിക്കും കൂടുതൽ ഗെറ്റപ്പ്. അതായത് വൈറ്റ് ഒരു വരയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഈ പെയിൻറ്റ് അടിച്ചതാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഭംഗിയെന്ന്. ഏതായാലും നമുക്ക് പെയിൻറ്റ് അടിച്ച് നോക്കാം. അപ്പോൾ പെയിൻറ്റ് അടിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ബ്രൗൺ കളറിലെ പട്ടിക്കുട്ടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് കറുപ്പും കൊടുക്കാം.
പിന്നെ നാക്കിന് റെഡ് കളറും പല്ലിനൊരു വൈറ്റ് ഒക്കെ കൊടുത്തൊരു സൂപ്പർ പട്ടിക്കുട്ടിയൊക്കെ എടുക്കാം. മണ്ണിലായതുകൊണ്ട് നമ്മുടെ കളർ അങ്ങോട്ട് സെറ്റ് ആകാത്തതുകൊണ്ട് കുറച്ച് വൈറ്റും കൂടി ഇട്ടിട്ടാ, ബ്രൗണും വൈറ്റും കൂടി ഇട്ട് അടിച്ചപ്പോഴേക്കും ഏകദേശം ഒരു പട്ടിയുടെയൊക്കെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ടാ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എല്ലാവരും പട്ടി എന്ന് പറയാറുണ്ട് കേട്ടോ. നായ എന്ന് പറയുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോഗ് കൂട്ടരുതേ കറക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇതും ലൈറ്റായി വരണുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴേക്ക് മണ്ണായതുകൊണ്ട് നമ്മുടെ ഡോഗ് കൂട്ടൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഗെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ഭയങ്കര അടിപൊളിയൊന്നും അല്ല, എന്നാലും ഇല്ലേ ശരിക്കും കാണുമ്പോൾ ഒരു ഡോഗാണ് എന്നുള്ളൊരു ഫീലൊക്കെ വരത്തില്ലേ. അപ്പം ആ ഒരു പല്ലൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കര ഇങ്ങനെ കൂർത്തൊക്കെ നിൽക്കുവാണ്. നല്ല ഭയങ്കര രൗദ്രഭാവത്തോടെ നിൽപ്പുണ്ട്. സംഭവം വെടിക്കെട്ടാണെന്ന് എനിക്ക് തോന്നണം. ഇതില്ലേ ശരിക്കും മണ്ണായതുകൊണ്ട് തന്നെ കളർ കറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ അടിക്കും തോറും ഇങ്ങനെ വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഏകദേശമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുവാണേ. ഈ മണ്ണും ഫെവിക്കോളും കൂടി ചേർന്ന ഈ ഒരു മീഡിയം ശരിക്കും ഒരു അടിപൊളി മീഡിയം ആണ് കേട്ടോ. ഈ നമുക്ക് അത്യാവശ്യത്തിനൊരു ക്ലേ ഒന്നും കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. സംഭവം വെടിക്കെട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി. ഇതിൽ എന്തായാലും ഒരു വെട്ടിച്ചില് വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജോർണി സൈനിങ് ഔട്ട്. രണ്ട് മുഖവും ഒരേപോലെ ഉണ്ടോ?